വിശദമായ വാർത്തയിലേക്ക്. ആഗോളതലത്തിൽ നന്മയ്ക്കും ലിംഗനീതിക്കും സമത്വത്തിനുമായി പുതിയ സഖ്യം രൂപീകരിച്ച ഇന്ത്യ. സ്ത്രീകളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, സംരംഭകത്വ മേഖലകളിൽ നിക്ഷേപം ഉറപ്പാക്കാനും നല്ല മാതൃകകൾ പിന്തുടരാനുമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിലാണ് ഇന്ത്യ ഈ സഖ്യം പ്രഖ്യാപിച്ചത്. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി സ്മൃതി ഇറാനി, പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി, റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് എന്നിവരാണ് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത്. സ്ത്രീകൾ നേതൃത്വം നൽകുന്ന വികസനത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വച്ചിരുന്നു. G20 ഉച്ചകോടിയിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ വസുദൈവ കുടുംബകം എന്ന ആശയത്തിലൂന്നിയാണ് സഖ്യം പിറന്നിരിക്കുന്നത്. ലോക സാമ്പത്തിക ഫോറം സ്ഥാപകനും ചെയർമാനുമായ ക്ലോസ് സ്വാബ് സഖ്യത്തിന് പൂർണ്ണ പിന്തുണ അറിയിച്ചു. ഇപ്പോൾ എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം. അതെ, അതാ ഞാൻ പറഞ്ഞത്. അതിപ്പോ ആധികാരികമായിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ അവർ പൊതുവെ പത്രത്തിൽ വാർത്തയിൽ കണ്ടത് അവർ വരുന്നില്ല എന്നാണ്. വരുന്നില്ല എന്നതിൻ്റെ അകത്ത് തന്നെ UDF പൂർണ്ണമായ യോജിപ്പല്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതിൽ വ്യത്യസ്തതകളുണ്ട്. പക്ഷേ ഒരു മുന്നണി എന്ന രീതിയിൽ അവരിപ്പോഴും വരുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലെല്ലാ BJP-യേതര മുഖ്യമന്ത്രിമാർക്കും ഇപ്പോഴും കത്ത് ഈ ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണമാണ് കേന്ദ്ര ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള വിഷയം, അതിൻ്റെ സാമ്പത്തിക പ്രശ്നം ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഇപ്പോൾ കത്ത് നൽകിയിട്ടുണ്ട്. അവരുടെ എല്ലാ സഹായം ഉദ്ദേശിക്കുന്നുണ്ട്. അതേന്ന് അത് നേരത്തെ കൊടുക്കുന്നതിന് മുമ്പേ പത്രത്തിലെല്ലാം വന്നിട്ടുണ്ട്. നിങ്ങൾ വാർത്ത എന്ന രീതിയിൽ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് കേരളത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് പ്രതിപക്ഷം. ഇതിപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് എന്ന് പറയുന്ന അർത്ഥം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങളല്ലേ നൽകാൻ സാധിക്കാതിരിക്കുന്നത്. ഇപ്പോൾ പെൻഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യത്തിനുവേണ്ട ഒരു പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ DA കൊടുക്കുക എന്നുള്ളത് പ്രഖ്യാപിതമായൊരു നിലപാടാണ് ഗവൺമെൻറ്റിന്, അനുവദിക്കാൻ സാധിക്കുന്നില്ല. ഇതെല്ലാം എന്തുകൊണ്ടാണ് എന്നുള്ളതിന് കൃത്യമായ ഉത്തരമായി കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് നൽകേണ്ടുന്ന കൃത്യമായിട്ടുള്ള വിഹിതം അതിന് അവകാശപ്പെട്ടതാണ്. ആ അവകാശപ്പെട്ട വിഹിതം തരുന്നില്ല. അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാണ് 64,000 കോടി രൂപ കുടിശ്ശിക ഉൾപ്പെടെ തരാൻ ബാക്കിയാണ്. അത് വെച്ചുകൊണ്ടുള്ള അതിശക്തിയായിട്ടൊരു സമരത്തിലേക്കാണ് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് കേരളത്തിലാകെയും മറ്റ് പ്രതിപക്ഷ ഗവൺമെൻറ്റുകളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഡൽഹിയിലും കേരളത്തെ ആകെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രതിപക്ഷം ഉൾപ്പെടെ പോകണം എന്നായിരുന്നു തീരുമാനിച്ചതെങ്കിലും അതിനിപ്പോഴും നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു യോജിച്ച സമരത്തിന് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്കാവില്ല എന്നാണ് കൃത്യമായ പച്ച മലയാളം. രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് യോജിച്ച് മുന്നോട്ടേക്ക് വരാനാവുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ജനങ്ങളുടെ പ്രശ്നമല്ല, നിങ്ങളുടെ രാഷ്ട്രീയമായ ഉന്നാണ്. ഇതാണ് പ്രതിപക്ഷ കേരളത്തിൻ്റെ ഒരു പൊതുചിത്രം. അപ്പോൾ ജനങ്ങളോടൊപ്പം നിൽക്കാൻ അവർക്കാവുന്നില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തതയോടുകൂടി അവർക്ക് പരസ്യമായിട്ട് പറയേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. രണ്ടാമത്തെ പ്രശ്നം, ഇന്ത്യയുടെ മതനിരപേക്ഷ പാരമ്പര്യത്തിന് കടുത്ത തിരച്ചടി ഏൽപ്പിക്കും. എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ന്യൂസ് 18-ലെ പാഠം 4-ലൂടെ വൈറലായ നിഖിൽ എന്ന ചേട്ടനെയും ഓട്ടിസം ബാധിച്ച അനിയൻ അപ്പുവിനെയും മലയാളികൾ നെഞ്ചോട് ചേർത്ത് കഴിഞ്ഞു. അനുജൻ അപ്പുവിനെ തേടി ഞങ്ങൾ തിരുവനന്തപുരത്തെ നിഖിലിന്റെ വീട്ടിലെത്തി. കേട്ടതിലും ഏറെ ദുരിതപൂർണമാണ് ആ വിദ്യാർത്ഥിയുടെ ജീവിതം. അനിയന് ഓട്ടിസമാണ്. അപ്പം വീട്ടില് എനിക്ക് അച്ഛനില്ല, അച്ഛൻ മരിച്ചു. അപ്പം വീട്ടിൽ അമ്മയേ ഉള്ളൂ. അമ്മയ്ക്കും ഇപ്പം അസുഖങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വീട്ടിൽ അങ്ങനെ നോക്കാനോ ആരും സഹായിക്കാനോ അല്ലെ കൂടെ വയ്ക്കാനോ ആരും ഒന്നുമില്ല. അപ്പം ഞാനാണ് എല്ലാം വീട്ടിലെ കാര്യം നോക്കുന്നത്. അപ്പം എൻ്റെ ജീവിതം ഇതാണ്. അവനെ നോക്കണം, അമ്മയുടെ കാര്യം നോക്കണം, വീട്ടിലെ ജോലികൾ ചെയ്യണം, അതിൻ്റെ കൂടെ പഠിത്തം. എൻ്റെ ജീവിതം പണ്ട് തൊട്ട് ഇപ്പം വരയ്ക്കും സ്ട്രെസ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇപ്പം എന്താ പറയുക, സന്തോഷം അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ സന്തോഷിക്കാറുണ്ട് എന്ന് പറയാനൊന്നും ഇല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതിൽ വെച്ച് ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു വീഡിയോ, അത് ഭയങ്കരമായിട്ട് വൈറലാവുകയും നിങ്ങൾ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തു.
നമ്മുടെ നിഖിലിൻ്റെ സെൻറ്റ് തോമസ് സ്കൂളിൽ +2 പഠിക്കുന്ന നിഖിലിൻ്റെ വീഡിയോ. അനിയൻ ഓട്ടിസ്റ്റിക് ആണ്, അമ്മയ്ക്ക് പാർക്കിൻസൺസ് രോഗമാണ്. അനിയനെയും അമ്മയും നോക്കുന്നതും വീട്ടിലെ കാര്യങ്ങൾ മൊത്തം നോക്കുന്നത് നിഖിലാണ്. പക്ഷെ അവനത് പറഞ്ഞത് അത്രയും പോസിറ്റീവായിട്ടാണ്. അതുകൊണ്ട് നമ്മൾ അവൻ്റെ സ്കൂളിൽ നിന്ന് നേരെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ആ സ്കൂളിലെ കാഴ്ചകളൊക്കെ കണ്ടു. പക്ഷേ വീട്ടിലെ നിഖിൽ എന്താണെന്ന് അറിയണം. അതുപോലെ അനിയൻ അപ്പൂനെ കാണണം, അമ്മയും കാണണം. കയറാം. ഹലോ. അപ്പോൾ ഇതാണ് നമ്മുടെ നിഖിൽ. ഇത്രയും വൈറലായ നിഖിൽ വൈറലായത് നിഖിലിൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ടല്ല, പക്ഷെ അവൻ്റെ പോസിറ്റീവ് കണ്ടിട്ടാണ്. ഇത് നിഖിലിനെ കാട്ടി ഒരുപാട് പ്രശ്നമുള്ള ആളുകളുണ്ടാവാം, ഒരുപാട് കുട്ടികളുണ്ടാവും. പക്ഷെ നിഖിലിൻ്റെ ആ പോസിറ്റിവിറ്റി അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടില്ലേ, ഓടുന്ന കണ്ടില്ലേ വൈറലായിട്ട്. നമുക്ക് അകത്തോട്ട് പോയാലോ? അപ്പു അവിടെ ഉണ്ട്. അപ്പോൾ അപ്പുവിനെ നേരത്തെ പരിചയപ്പെടുത്തി. അന്ന് നമ്മളെല്ലാവരും അപ്പുവിനൊരു ഹായ് ഒക്കെ പറഞ്ഞാണ്. അപ്പു കിടക്കുവാണ്. ഹലോ അപ്പു, ഹലോ ഹലോ പറഞ്ഞേ, ഹലോ പറഞ്ഞേ. ആ ഓ കുഴപ്പമില്ല. ആ കുഴപ്പമില്ല. ഓക്കെ നിഖിലേ, ഇങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു നമ്മുടെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒത്തിരി വിളിയൊക്കെ വന്നെന്ന് അറിഞ്ഞല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു? എന്നിട്ട് എന്ന് പറയാനാ ഭയങ്കര സന്തോഷം. കാര്യം ഒരുപാട് പേര് സഹായിക്കാനും ഇപ്പം നല്ല മനസ്സുള്ളവരൊക്കെ സഹായിക്കാനൊക്കെ ശ്രമിക്കുക എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ആരും സഹായിക്കാറോ അങ്ങനെയൊന്നും ആരും ചെയ്യാറില്ല. ഇങ്ങനെ ഒരു നല്ല മനസ്സുള്ളവർ നമ്മൾ വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷം തന്നെയാണ്. ഇപ്പോഴതാ ഇപ്പം നിങ്ങൾ വരുന്നതിന് കുറച്ച് മുമ്പ് വിളിച്ചതേ ഉള്ളൂ. 2-3 പേര്. അപ്പൂനെ ഒന്ന് എഴുന്നേറ്റിരുത്താൻ നോക്കിയേ, ഇരിക്കുമെന്ന് നോക്കിയോ ഒന്ന്. അപ്പൊ ഇതാണ് നിഖിലും അപ്പും തമ്മിലുള്ളൊരിത്. ഞാൻ കണ്ടിടത്തോളം എനിക്ക് തോന്നുന്നു ചേട്ടൻ പറഞ്ഞാൽ കേൾക്കുന്നുണ്ട് അപ്പു. എടാ ഇവിടെ നീ ഇപ്പൊ എല്ലാ കാര്യങ്ങളും വീട്ടിൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും കുറെ അത്ഭുതമാണ്. +2 പഠിക്കുന്ന ഒരു കുട്ടി എങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്യും എന്നുള്ളൊരു അത്ഭുതം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് കണ്ട് ആൾക്കാർക്ക് കാണിച്ചും കൂടി കൊടുക്കണമല്ലോ. അപ്പം നമ്മൾ സ്കൂളിൽ യൂണിഫോമിലേ കണ്ടുള്ളൂ നിഖിലിനെ. ഇവിടെ വന്നിട്ടൊന്ന് കാണാമെന്ന് വിചാരിച്ചാണ് വന്നത്. അപ്പോൾ അമ്മയെ ഒന്ന് കാണണം. ഇപ്പൊ ഇന്ന് വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്? ഇപ്പം ഞാനിപ്പോൾ ആക്ച്വലി വന്നതേ ഉള്ളൂ, നിങ്ങൾ വരുന്ന കുറച്ച് മുമ്പ് വന്നേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഉടനെ തന്നെ ഞങ്ങൾ കുളിച്ചു. എന്നിട്ട് ഇവന് ഫുഡും കൊടുത്തിട്ട് ഡ്രസ്സൊക്കെ ചെയ്യിപ്പിച്ചിട്ടാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൂന് ഭക്ഷണം അപ്പു തന്നെ കഴിക്കുമോ? അല്ല, ഞാൻ തന്നെ കൊടുക്കണം. അതായത് വാരി കൊടുക്കണം. അല്ലാതെ കഴിക്കത്തില്ല? അല്ലാതെ കഴിക്കില്ല. ഓക്കെ. വേറെ എന്തൊക്കെയാ അപ്പൂന് വേണ്ടി ചെയ്യേണ്ടി വരിക? അപ്പൂന് ടോയ്ലറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും അവൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം. എല്ലാം കഴുകി കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതും അവനെ കിടത്തുന്നതും അവന് ആഹാരം കൊടുക്കുക, എല്ലാം സകലമായ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അതല്ലാതെ അപ്പൂന്റെ കാര്യങ്ങളല്ലാതെ അമ്മയുടെ കാര്യം പറയുമ്പോൾ അമ്മയ്ക്കും വയ്യ. അപ്പൊ അമ്മയ്ക്ക് ഫുഡൊക്കെ എടുത്ത് കഴിച്ചോളൂ? അമ്മ ഫുഡൊക്കെ അമ്മ കഴിച്ചോളും. ബട്ട് അമ്മയ്ക്ക് ഈ സ്ലഗി മൂമെന്റ്സ് ആണ്. അതായത് ഇപ്പം ഈ വിറയലും കാര്യങ്ങളും, പിന്നെ നടക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനത്തെ എല്ലാം പതുക്കെ ചെയ്യാൻ പറ്റും. ഒരു സ്പീഡില്ല ഒന്നിനും. അതാണ്. ഈ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ട് എത്ര കാലമായി? ഇതിപ്പോൾ ഓൾമോസ്റ്റ് 2 വർഷം. ഇതാണ് അപ്പൊ നമ്മുടെ ലോകം, നമ്മുടെ അടുക്കള. അപ്പൊ ഇവിടെ വൈകുന്നേരം എന്താ ഉണ്ടാക്കാൻ പ്ലാൻ? എന്താ ഇന്ന് വൈകുന്നേരം എന്താണ് പറ്റുന്ന അത് ചെയ്യും. ഇപ്പൊ ചോറുണ്ടാക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള കറികളോ അങ്ങനെ എന്തെങ്കിലും വെക്കാനുള്ളൊരു പ്ലാൻ. അതൊന്നും നമുക്ക് വലിയ പ്രാധാന്യം ഇല്ലല്ലേ ഈ ഭക്ഷണം എന്താവണം എന്നൊക്കെ ഉള്ളത്? അല്ലല്ല, എന്തെങ്കിലും കഴിച്ചാൽ മതി. നമുക്ക് വയറിലെ വിശപ്പ് മാറ്റിയാൽ പോരെ, എന്റെ ആവശ്യമുള്ളൂ. എന്നാലും ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് എന്താ? ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ ഏറ്റവും? നോൺ വെജ് പ്രേമിയാണ്. എനിക്ക് നോൺ വെജ് ജീവനാ. പക്ഷെ നമുക്ക് പൈസയില്ല, എല്ലാം വാങ്ങിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പം മോസ്റ്റ്ലി അത് ഒഴിവാക്കിയാണ് ചെയ്യുന്നത്. നമുക്ക് ഇനി ഇവിടെ നിന്ന് കൂടുതൽ സമയം ചുറ്റിത്തിരിയണ്ട, നമുക്ക് അമ്മയും കൂടെ ഒന്ന് കാണണം. അമ്മ ഇവിടെ ഉണ്ട്. അമ്മ അപ്പം ഭയങ്കര മോന്റെ കാര്യത്തിൽ ഏറ്റവും ഇതിനെക്കാട്ടി കഷ്ടപ്പാടുള്ള പിള്ളേരൊക്കെ ഉണ്ടാവും. പക്ഷെ അവന്റെ പോസിറ്റീവ്, അവന്റെ സ്മൈൽ, അവനത് പറഞ്ഞ രീതി, അതൊക്കെയാണ് ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമായത്. അപ്പോൾ ഒരുപാട് പേര് അന്വേഷിക്കുന്നുണ്ട് എന്ത് നന്നായിട്ടാണ് സംസാരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ കമന്റ്സ് ഒക്കെ അമ്മ വായിച്ച് കാണുമല്ലോ. എന്താ തോന്നിയേ? എനിക്ക് ഭയങ്കര അഭിമാനമാണ് തോന്നി എൻ്റെ മോനെ കൊണ്ട്. ലൈക്ക് ഐ എം സോ പ്രൗഡ് ഓഫ് ഹിം. ഞാൻ പുണ്യം ചെയ്യണം എനിക്കിങ്ങനെ ഒരു മകനെ കിട്ടിയതുകൊണ്ട്. പിന്നെ അവൻ്റെ പ്രയാസം എന്ന് പറഞ്ഞാൽ എന്നെയും നോക്കണം, അപ്പൂനെയും നോക്കണം. അതിൻ്റെ ഇതിൽ എനിക്ക് ഇച്ചിരി വിഷമമുണ്ട്. അല്ലാതെ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു എൻ്റെ മോനെ കൊണ്ട്.
കാരണം അവൻ ഇത്രയും പഠിക്കാനുള്ളതിലും അവനെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നു ജീവിതം. അപ്പോൾ എപ്പോഴും അവനോട് പറയും, മോനെ എല്ലാ കഷ്ടപ്പാടിനും ഒരു അവസാനം ഉണ്ടാവും. ഇപ്പം ദൈവമായിട്ട് കൊണ്ടുവന്നതായിരിക്കും ഈ അനുഗ്രഹം. ഞാൻ വലിയ അനുഗ്രഹമായിട്ട് കാണുക. അത് എനിക്ക് ഇത്രയും ആൾക്കാരുടെ റെസ്പോൺസിൽ എനിക്ക് എല്ലാവരുടെ അടുത്തും ഒരു കൂപ്പുകൈ മാത്രം, നന്ദി മാത്രം, വേറെ വാക്കുകളൊന്നുമില്ല. എനിക്ക് ഇത് ഒരു ആക്സിഡൻ്റായിട്ട് ഇത് പറ്റിയെങ്കിലും ദൈവാനുഗ്രഹം കൊണ്ടാണ് ഇത്രയും പേര് അവനെ വിളിക്കാനും സംസാരിക്കാനും. അവന് നന്ദി മാത്രം ഈശ്വരനോട്. ബാക്കി എന്താ പറയണ, എനിക്ക് വാക്കുകളില്ല. നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ. അപ്പോൾ അവന് ആ ഷെഫ്, അവന് കമൻസിലെല്ലാം ഷെഫ് സുരേഷ് പിള്ള എന്നാ എഴുതിയേക്കണേ. അപ്പോൾ അവനൊരു ഷെഫാട്ടെ. സഹായം ചോദിക്കുന്നവരടുത്ത് എന്ത് സഹായമാണ് വേണ്ടതെന്ന് അവർ ചോദിക്കാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ അമ്മ എന്താണ് ആഗ്രഹിക്കുന്നത്? എന്താ അവരോട്? ഈ മോൻ്റെ ഒരു എഡ്യൂക്കേഷൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ ഞാൻ കൺസേൺഡ്, വേറെ ഒന്നുമില്ല. എൻ്റെ മോൻ്റെയും അപ്പൂൻ്റെയും കാര്യം മാത്രം. അപ്പൂനെ നല്ലൊരു സ്കൂളിൽ ചേർക്കണം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. എന്തായാലും ഇതെല്ലാവർക്കും ഒരു മാതൃകയാക്കാമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതിലും വലിയ ദുഃഖത്തിലുള്ളവരുണ്ടാകാം, എങ്കിലും സഹായിച്ചവർക്ക് നന്ദി പറയുകയാണ് കുടുംബം. തിരുവനന്തപുരത്തു നിന്നും ക്യാമറാമാൻ ഷിജു ചവറയ്ക്കൊപ്പം KS അശ്വതി, News 8. ജീവിതത്തിൽ വഴിയറിയാതെ നിന്ന് നിഖിലിന്റെ കൈപിടിച്ച് ഷെഫ് സുരേഷ് പിള്ള. തുടർ പഠനവും മികച്ച ജോലിയും ഷെഫ് പിള്ള ഏറ്റെടുത്തു. ഇന്നലെ വരെ ഇത് നിഖിലിന് സ്വപ്നമായിരുന്നു. ഇന്ന് News 18 അത് സാക്ഷാത്കരിച്ചു. ഹായ് നിഖിൽ, ഭയങ്കര സന്തോഷം. അതിന്റെ ആ ഒരു ആത്മവിശ്വാസത്തോടെ കേട്ടപ്പോൾ തന്നെ ബാക്കിയുള്ള മുഴുവൻ കഥകൾ കേൾക്കുന്നതിന് മുന്നേ എനിക്ക് മനസ്സിലായി. പിന്നാലെ നിഖിലിനെ ഇരട്ടി ഹാപ്പിയാക്കിയ ഷെഫ് പിള്ളയുടെ വാക്കുകൾ. പഠിപ്പിക്കാം, ജോലിയും തരാം. പ്ലസ് ടു പഠിക്കുകയാണെന്ന് എനിക്കറിയാം. പ്ലസ് ടു പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇന്ത്യ ഗവൺമെന്റിന്റെ ഏതെങ്കിലും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു 4 ഇയർ IHM, പ്രത്യേകിച്ച് അത് ബാംഗ്ലൂരിലോ ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ കോവളത്താണ് തൊട്ടടുത്തുള്ളത്, അതല്ലെങ്കിൽ ചെന്നൈയിലോ ബാംഗ്ലൂരോ ഉള്ള ഒരു 4 വർഷത്തെ ഒരു IHM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിന്റെ ഒരു കോഴ്സ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് അതിനോടൊപ്പം തന്നെ ഒന്നുകിൽ ബാംഗ്ലൂർ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വന്ന് ഒരു അവിടെ നിന്ന് ജോലി ചെയ്ത് അതിന്റെ ട്രെയിനിങ് ചെയ്തിട്ട് കോളേജിൽ പഠിക്കുന്ന ഒരു അവസരം ഉണ്ടാവും. ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനുശേഷം നിന്റെ ആഗ്രഹം പോലെ ഏതൊക്കെയാണ്, ഏത് മേഖലയിലാണ്, ഏത് ക്വിസിനാണ് നിനക്ക് താല്പര്യം, അതനുസരിച്ചുള്ള ഒരു സ്പെഷ്യലൈസ് ട്രെയിനിങ്ങും ഇമ്മീഡിയറ്റ് ആയിട്ട് അതിനുശേഷം ഒരു ജോലി എല്ലാം വരുന്നൊരു സംഭവമാണ് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഉടൻ നിഖിലുണ്ടാക്കിയ സ്പെഷ്യൽ നൂഡിൽസ് കഴിക്കാൻ തിരുവനന്തപുരത്തെ വീട്ടിലെത്തും. അവധിക്കാലത്ത് കൊച്ചിയിലെ ലേ മെറിഡിയനിലെ റെസ്റ്റോറന്റ് ഷെഫ് പിള്ളയിൽ പരിശീലനം നൽകും. ഈ റെസ്റ്റോറൻറ്റിൽ സ്കൂളിലെ വെക്കേഷൻ ടൈമിൽ ആഫ്റ്റർ എക്സാം ഉണ്ടല്ലോ, എക്സാം കഴിഞ്ഞിട്ടുള്ള ഒരു വെക്കേഷൻ ടൈമിൽ ഇവിടെ ഒരു ഇന്റേൺഷിപ്പ് ചെയ്യിപ്പിക്കാൻ ഞാനിപ്പോൾ കിച്ചൺ ഒന്ന് കാണിക്കാം. നമ്മുടെ ഷെഫുമാരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും, ഷെഫുമാരല്ല, ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹത്തിന് ഷെഫ് ആവാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ നമ്മളിവിടെ ഇന്റേൺഷിപ്പിന് അടുത്ത ആഴ്ച കൊണ്ടുവരും. അത് കഴിഞ്ഞ് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചിട്ട് പുള്ളിയെ നമ്മുടെ RCPയിലെ ഷെഫാക്കി മാറ്റണം. എല്ലാം കേട്ട് നിഖിലിന്റെ മനസ്സും അമ്മയുടെ കണ്ണും നിറഞ്ഞ നിമിഷം. എനിക്ക് വാക്കുകളില്ല. ഇതെല്ലാം ഒരു നിമിത്തം പോലെ വന്നു. ദൈവാനുഗ്രഹവും എന്താ പറയുന്നത്, എനിക്ക് ഒന്നും പറയാൻ വാക്കുകളില്ല. സന്തോഷമാണോ എന്നോട് സങ്കടമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല എന്താണെന്ന് പറയേണ്ടത്. ഈ നിമിഷത്തില് നന്ദി മാത്രം എന്നുള്ള വാക്ക് മാത്രമേ എനിക്ക് വരുന്നുള്ളൂ. ജഗദീശ്വരനോട് നന്ദി. പ്രാർത്ഥന അങ്ങനെ ഒന്നിനോടും വിശ്വാസം ഒന്നുമില്ല. കാര്യം ജീവിതം ഒരു സന്തോഷമോ അല്ലെങ്കിൽ എന്താ പറയാ ഒന്നിനോടും താല്പര്യമില്ല, അങ്ങനെയൊക്കെ ഒരു അവസ്ഥ. പക്ഷെ ഇതിലൂടെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ദൈവം ഒരാളെ എത്രത്തോളം ഇത്രയും പെട്ടെന്ന് ഒരാളെ ഉയർത്തിയെന്ന് പറയുന്നത് വളരെ എനിക്ക് ഭയങ്കര അത്ഭുതമാണ് സത്യം പറഞ്ഞാൽ. ആ ഒരു ഇപ്പം ദൈവവിശ്വാസം വന്നു തുടങ്ങി. കേട്ടപാടെ ഷെഫ് പിള്ളയുടെ മറുപടി ഇങ്ങനെ: നിഖിലിനെയും നിഖിലിന്റെ കുടുംബത്തെയും ഞങ്ങൾ അങ്ങ് എടുത്തു. ഈ നിമിഷത്തിൽ അഭിമാനത്തോടെ News 18 കേരളം.
ഇലക്ട്രിക് വാഹനങ്ങൾ ഇടതുമുന്നണിയുടെ നയപരമായ തീരുമാനമെന്ന് വി കെ പ്രശാന്ത് എം.എൽ.എ. ഇലക്ട്രിക് വാഹനങ്ങൾ ജനങ്ങൾക്ക് അനിവാര്യമാണ്. ഇലക്ട്രിക് ബസ്സുകൾ നഷ്ടത്തിലാണെങ്കിൽ ആ കണക്ക് മന്ത്രി വ്യക്തമാക്കണം. തിരുവനന്തപുരത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ ഇലക്ട്രിക് ബസ്സുകൾ അവസാനിപ്പിക്കുന്നതിനോട് യോജിക്കാനാകില്ല. വായു മലിനീകരണം കുറഞ്ഞ നഗരമാണ് തിരുവനന്തപുരമെന്നും വി കെ പ്രശാന്ത് പറഞ്ഞു. അപ്പൊ ഇത് KSRTC സഹായമല്ലേ? അപ്പൊ ആ ബസ്സുകളെ പ്രയോജനപ്പെടുത്തി ലാഭത്തിലേക്ക് വരാനുള്ള മാനേജ്മെന്റ് കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പദ്ധതികൾ അവരാവിഷ്കരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ കിട്ടുന്ന സഹായം വേണ്ടെന്ന് വെക്കുന്ന മണ്ഡലമല്ലേ? അപ്പൊ അതൊരു പോളിസിയുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ ഡീസൽ വാഹനം വാങ്ങാൻ സ്മാർട്ട് സിറ്റി പണം കൊടുക്കില്ല, കിഫ്ബി പണം കൊടുക്കില്ല, വേൾഡ് ബാങ്ക് പണം കൊടുക്കില്ല. അപ്പൊ അതൊരു പൊള്യൂഷൻ കുറയ്ക്കുന്ന നയത്തിന്റെ ഭാഗമായി ഇലക്ട്രിക് വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നയം, അതിന്റെ ഭാഗമായിട്ടാണ് ഫണ്ട് കിട്ടുന്നത്. അപ്പൊ ആ ഫണ്ടിനെ വാങ്ങിയെടുത്ത് പ്രയോജനപ്പെടുത്തുന്ന നയം KSRTC എടുക്കുക എന്നുള്ളതാണ് ഞാൻ വ്യക്തമാക്കിയത്. നഗരവാസികളുടെ ഒരു വികാരം ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രകടിപ്പിക്കാനാണ് ഉദ്ദേശിച്ചത്. കാരണം ഇത് ആളുകൾ നന്നായി ആശ്രയിക്കുന്ന ഒരു സംഗതിയാണ്. 10 രൂപയ്ക്ക് നഗരത്തിൽ ചുറ്റാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യം, മാസക്കൂപ്പണുകളടക്കം എടുത്തുകൊണ്ട് ആളുകൾക്ക് അത് പ്രയോജനപ്പെടുത്താനുള്ള ഒരു സാഹചര്യം. അപ്പൊ അത് ജനങ്ങളെല്ലാം നന്നായി സ്വീകരിച്ചു. അപ്പൊ ആ സ്വീകരിക്കപ്പെട്ട ഒരു സംഗതി നിർത്തലാക്കും എന്ന് പറയുന്നതിലാണ് വിയോജിപ്പ്. വി വിനോദ് ചേരുന്നു. വിനോദ്, മന്ത്രി പറഞ്ഞതിനോട് വി കെ പ്രശാന്ത് എം.എൽ.എ. യോജിക്കുന്നില്ല. എന്താണ് അദ്ദേഹം ഇതിൽ പറയുന്നത്? ധന്യ, പലവിധ കാര്യങ്ങളിൽ കയ്യടി വാങ്ങിയാണ് KB ഗണേഷ് കുമാർ ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ, അത് പത്തനാപുരത്തെ MLA എന്ന നിലയിലും ഇപ്പോൾ മന്ത്രിയായപ്പോഴും ആ നിലയ്ക്ക് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ചില പ്രസ്താവനകൾ അത് വിവാദത്തിലേക്ക് പോവുകയാണ്. അല്ലെങ്കിൽ KB ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ അത്ര എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കില്ല എന്നൊരു സൂചന തന്നെയാണ് പുറത്തുവരുന്നത്. കാരണം ഈ ഇലക്ട്രിക് വാഹനങ്ങൾ എന്നത് ഇടതുമുന്നണിയുടെ നയപരമായ തീരുമാനമാണ്. അത്തരം വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അത്തരം വാഹനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുക എന്നത്. അത് തന്നെയാണ് വി കെ പ്രശാന്ത് പറയുന്നത്. വി കെ പ്രശാന്ത് CPM-ന്റെ പ്രതിനിധിയായി പറയുമ്പോൾ അത് ഉറപ്പായും നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു നിലപാട് വ്യക്തമാക്കുന്നത്. മാത്രമല്ല, തിരുവനന്തപുരം നഗരസഭയുടെ ഏറ്റവും ജനകീയരായ മേയർമാരുടെ പട്ടികയെടുത്താൽ അതിൽ ഒരാളായിരുന്നു പ്രശാന്ത്. പ്രശാന്ത് ഇപ്പോൾ വട്ടിയൂർക്കാവ് MLA ആണ്. വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം മണ്ഡലം, അതുപോലൊപ്പം തന്നെ കഴക്കൂട്ടം നിയമം, ഈ മണ്ഡലങ്ങളിലൊക്കെയുമായാണ് തിരുവനന്തപുരം നഗരം വ്യാപിച്ചു കിടക്കുന്നത്. ആ ഒരു സ്ഥിതിയിൽ ഇവിടെ ഓടുന്ന വാഹനങ്ങൾ, പ്രത്യേകിച്ച് ഈ ഇലക്ട്രിക് വാഹനങ്ങൾ, അത് വളരെ ജനകീയമായി സർവീസുകൾ നടത്തുകയാണ്. വലിയ വാഹനങ്ങളല്ല. അതുകൊണ്ട് തന്നെ ചെറിയ വഴികളിലൂടെയൊക്കെയും ആളുകൾക്ക് മറ്റ് ബസ്സുകൾ എത്താത്ത സ്ഥലത്തൊക്കെയും ഈ ബസ് എത്തുകയും അത് ആളുകൾക്ക് പ്രയോജനപ്പെടുന്ന ഒരു സാഹചര്യവുമുണ്ട്. മാത്രവുമല്ല, ഇതിന്റെ കണക്കിനെ ചൊല്ലി വലിയ തർക്കം നിലനിൽക്കുന്നുണ്ട്. ആന്റണി രാജുവിന്റെ നടപടികൾ അല്ലെങ്കിൽ അദ്ദേഹം നടപ്പാക്കിയ മുഴുവൻ കാര്യങ്ങളും എടുത്തു മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ KB ഗണേഷ് കുമാർ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ ആ തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓരോ ദിവസത്തെയും പ്രസ്താവന. KSRTC കുത്തഴിഞ്ഞ നിലയിലാണ്, സംവിധാനമില്ല, നഷ്ടത്തിൽ ഉണ്ടാകുന്നു, ചോർച്ച ഉണ്ടാകുന്നു തുടങ്ങി ആന്റണി രാജുവിനെ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഗണേഷ് കുമാറിന്റെ ഓരോ ദിവസത്തെയും പ്രസ്താവനകളെന്ന് വ്യക്തം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ KSRTC-യിൽ കൊണ്ടുവന്ന കാര്യങ്ങൾ അപ്പാടെ മാറ്റാൻ ഗണേഷ് കുമാർ ശ്രമിക്കുന്നു. പക്ഷെ അവിടെയാണ് ഈ കണക്കിനെ ചൊല്ലിയുള്ള തർക്കം ഉയർന്നു വരുന്നത്. മന്ത്രി കണക്ക് പുറത്തുവിടട്ടെ എന്ന ഒരു കാര്യമാണ് പ്രശാന്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം KB ഗണേഷ് കുമാർ പറഞ്ഞത് മുഖവിലയ്ക്ക് CPM എടുക്കുന്നില്ല എന്നതിന്റെ കൃത്യമായ സൂചന തന്നെയാണ് അത്. അതായത് ഈ സർവീസുകൾ നഷ്ടത്തിലാണെങ്കിൽ ആ കണക്ക് പുറത്തുവിടട്ടെ എന്നതാണ്. ആന്റണി രാജുവുമായി നമ്മൾ ബന്ധപ്പെടുമ്പോൾ അദ്ദേഹം പരസ്യ പ്രസ്താവനയ്ക്ക് ഇതുവരെ മുതിർന്നിട്ടില്ല. പക്ഷേ ഈ സർവീസുകൾ ലാഭകരമാണെന്ന സൂചന തന്നെയാണ് നമുക്ക് KSRTC-യിലെ ചില ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കുമ്പോഴും ഈ സർവീസുകൾ പൂർണ്ണമായും നഷ്ടമല്ല എന്ന നിലയിൽ തന്നെയാണ് KB ഗണേഷ് കുമാർ പറയുന്ന മാതിരി നഷ്ടത്തിലല്ല എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഏതായിരുന്നാലും അതിന്റെ കൃത്യമായ കണക്കുകൾ വരേണ്ടതുണ്ട്. ഈ കണക്കാണ് ഇപ്പോൾ MLA ആവശ്യപ്പെടുന്നത്. ഇത്തരം സർവീസുകൾ അവസാനിപ്പിക്കാൻ കഴിയില്ല. തിരുവനന്തപുരത്തെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അതിനോട് യോജിക്കാൻ കഴിയില്ല. ഒരുപാട് ആളുകൾ സർവീസ് ഉപയോഗിക്കുന്നതാണ്. 10 രൂപ നിരക്ക് വർദ്ധിപ്പിക്കുന്നതെങ്കിൽ അത് അക്കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ. 10 രൂപ നഷ്ടമാണെങ്കിൽ ആ നിരക്ക് വർധനയുടെ കാര്യം പരിഗണിക്കട്ടെ എന്ന കാര്യം കൂടി MLA പറയുന്നുണ്ട്. മാത്രവുമല്ല, ഇത്തരം വാഹനങ്ങൾ വരുമ്പോൾ അത് വേണ്ടാന്ന് വയ്ക്കുന്നു. പ്രത്യേകിച്ച് കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലൂടെയും മറ്റും കിഫ്ബി വഴിയുമൊക്കെയും ഈ വാഹനങ്ങൾ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് പറയുന്നത് മണ്ടത്തരമാണ്. കാരണം ലോകബാങ്ക് പോലുള്ള ഏജൻസികൾ ഇത്തരം കാര്യങ്ങൾക്ക് സഹായം നൽകുന്നില്ല. തിരുവനന്തപുരം അന്തരീക്ഷ മലിനീകരണം കുറഞ്ഞ നഗരമാണ്. അതിൽ ഇവിടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ നഗരവികസന മന്ത്രാലയമൊക്കെയും നഗരങ്ങളുടെ പട്ടിക അത് ശുചിത്വത്തിനും അതോടൊപ്പം തന്നെ അന്തരീക്ഷ മലിനീകരണമൊക്കെയും അതിന്റെ ക്രൈറ്റീരിയയാണ്. അതെല്ലാം മാനദണ്ഡമാക്കിയാണ് ഓരോ നഗരത്തിനും റാങ്ക് നൽകുന്നത്.
അപ്പോൾ MLA പറയുന്ന കാര്യം വളരെ പ്രസക്തമാണ്. തിരുവനന്തപുരത്ത് മലിനീകരണം കുറഞ്ഞ ഒരു നഗരമാണ്. ഡീസൽ ബസ്സുകൾ കൂടുതലായി ഉപയോഗിച്ചാൽ ആ സാഹചര്യത്തിന് മാറ്റമുണ്ടാകും. ശരി, നന്ദി വിനോദ്. വാർത്തകൾ തുടരും ഇടവേളയ്ക്ക് ശേഷം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണത്തിന്റെ ഇൻസെന്റീവായി 6.98 കോടി രൂപ അനുവദിച്ചു. ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് ഇക്കാര്യം അറിയിച്ചത്. 24 ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പ്രാഥമിക കാർഷിക വായ്പ, ഇതര വായ്പാ സംഘങ്ങൾ വഴിയാണ് പെൻഷൻ നേരിട്ട് കൈകളിലെത്തിക്കുന്നത്. ഇതിന് സംഘങ്ങൾക്കും വിതരണക്കാർക്കുമായാണ് കമ്മീഷൻ ലഭ്യമാക്കുന്നത്. അണിഞ്ഞൊരുങ്ങി അയോധ്യ. പ്രാൺപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി അയോധ്യയിൽ പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങൾ. സൈബർ ഭീഷണികൾ കൈകാര്യം ചെയ്യാൻ ഉന്നതതല സംഘം എത്തി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഏജൻസികളുടെ നിയന്ത്രണത്തിലാണ് നഗരം. കേന്ദ്ര സർക്കാരിന്റെ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ, ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം, ഇന്റലിജൻസ് ബ്യൂറോ, ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി ടീം എന്നിവരും സൈബർ വിദഗ്ധരും അയോധ്യ നിയന്ത്രിക്കുന്നു. സൈബർ ലോകത്ത് പ്രചരിക്കുന്ന വിദ്വേഷകരമായ ആപ്ലിക്കേഷനുകളെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ക്ഷേത്രനഗരിയിൽ ഭീകരവിരുദ്ധ സ്ക്വാഡിനെ വിന്യസിച്ചു. അങ്ങനെ സർവ്വ ഒരുക്കങ്ങളും സൂക്ഷ്മതയോടെ പൂർത്തിയാക്കുകയാണ് ഭരണകൂടം. A large number of people have been deployed for ensuring cleanliness. Close to 5,000 people are deployed, including machines and all that. It makes a huge impact. We have a large number of personnel deployed for ensuring that lights, toilets, garbage and all these are catered to, and they are able to give a wonderful performance. And apart from that, all the other departments are doing their best for making this event a huge success in terms of the kind of facility for the roads, for the stay arrangements of people, for the comfort of people through the night shelters, to Randvasera, through the arrangements in hotels, so on and so forth. 1548 ഇടങ്ങളിലാണ് CCTV ക്യാമറകൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമായുള്ള ആന്റി മൈൻ ഡ്രോണുകളും അയോധ്യയിൽ വിന്യസിക്കും. അയോധ്യ ഡെസ്ക്, ന്യൂസ് 18. അയോധ്യ രാമജന്മഭൂമിയിൽ ക്ഷേത്രത്തിനായി വർഷങ്ങൾക്ക് മുമ്പ് ചുവരെഴുത്തുണ്ടായ സ്ഥലമാണ് കാസർഗോഡ് ജില്ലയിലെ ചേറ്റുകുണ്ട്. രാമക്ഷേത്രത്തിനായി അന്ന് എഴുതിയത് ഇന്ന് യാഥാർത്ഥ്യമാകുമ്പോൾ വലിയ സന്തോഷത്തിലാണ് ചേറ്റുകുണ്ടിലെ വിശ്വാസികൾ. കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയിൽ ചേറ്റുകുണ്ട് റെയിൽവേ ഗേറ്റിന് സമീപത്താണ് ഈ പഴയ കെട്ടിടവും ചുമരെഴുത്തുമുള്ളത്. 1989 രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആഹ്വാനപ്രകാരം രാമജന്മഭൂമി ക്ഷേത്രത്തിനായി രാജ്യമെമ്പാടും ചുവരെഴുത്ത് നടത്തിയത്. നാട്ടിൽ പലയിടത്തും ചുവരെഴുത്തുകൾ ഉണ്ടായിരുന്നെങ്കിലും ചേറ്റുകുണ്ടിലെ ചുവരെഴുത്ത് മാറ്റാൻ സമ്മതിച്ചില്ല. അന്ന് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിനായി ആഗ്രഹിച്ചിരുന്നെങ്കിലും സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയില്ലായിരുന്നു. RSSന്റെ നേതൃത്വത്തിൽ വിശ്വ ഹിന്ദു പരിഷത്ത് അയോധ്യ പ്രക്ഷോഭം ഏറ്റെടുക്കുന്ന സമയത്ത് ഭാരതത്തിലെ എല്ലാ പ്രദേശങ്ങളിലും ഈ പ്രക്ഷോഭം നടന്നിട്ടുണ്ട്. ഇതിന് കർസേവകർ സ്വയം സേവകരായി പങ്കെടുത്തിട്ടുണ്ട്. ആ സമയത്ത് എല്ലാ പ്രദേശങ്ങളിലും ശിലാപൂജനം നടത്തിയിട്ടുണ്ട്. എല്ലാ വീടുകളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് ശിലാപൂജനം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ചുമരെഴുത്തുകൾ എഴുതണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെയും ചുമരെഴുത്ത് എഴുതിയത് ചേറ്റുകുണ്ടിൽ. അപ്പോൾ മറ്റു പ്രദേശങ്ങളിലൊക്കെ തന്നെ ആ ചുമരെഴുത്തുകൾ മായ്ക്കപ്പെട്ടു. ഇവിടെ അത് RSS ഹൈന്ദവ സംഘടനകളുടെ ഈറ്റില്ലമാണ് ചേറ്റുകുണ്ട് എന്ന് പറയുന്ന പ്രദേശം. അതുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ സഹോദരിമാർ അത് മായ്ച്ചു കളയാൻ വേണ്ടി അനുവദിച്ചില്ല, അതിനെ സംരക്ഷിച്ചു. അതുകൊണ്ടാണ് അത് ഇത്ര കാലമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കേടുപാടും സംഭവിക്കാതെ അത് നിലനിൽക്കുന്നത്. തർക്കഭൂമി തകർക്കപ്പെട്ട കാലങ്ങളിൽ ചേറ്റുകുണ്ടിൽ നിരവധി അക്രമങ്ങൾ അരങ്ങേറിയിരുന്നു. രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുമ്പോൾ പഴയതെല്ലാം മറന്ന് സന്തോഷത്തിലാണ് വിശ്വാസികൾ. പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ വിപുലമായ ആഘോഷ പരിപാടികളും പ്രത്യേക പൂജകളും സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഹൈന്ദവ സംഘടനകൾ. ന്യൂസ് 18 കാസർഗോഡ്. രാമൻ പിറന്ന മണ്ണിൽ രാമന് ക്ഷേത്രം ഒരുങ്ങുന്നു. ചില ആളുകൾക്ക് ബുദ്ധിമുട്ട് തോന്നും, ബുദ്ധിമുട്ടേ പാകമുള്ളൂ. ഹൈന്ദവ ജനതയ്ക്ക് ഒരു പുതിയ ശക്തി കൈവരുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സത്യത്തിൽ വീട് നഷ്ടപ്പെട്ട രാമൻ കോടതി വരാന്തയിൽ നിൽക്കുകയായിരുന്നു. പുതിയ സംസ്കാരത്തെ സൃഷ്ടിക്കാൻ പാടുപെട്ട ആളുകൾക്കുള്ള നല്ല ഒരു മറുപടിയാണ്. ശുഭകരമായ സാഹചര്യം വരുന്നു,
ഭാരതം വിശ്വഗുരുവായി മാറാനുള്ള ഒരു നാന്തി കുറിക്കലൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഒരു ആധ്യാത്മിക ശക്തി ആ ക്ഷേത്രപ്രതിഷ്ഠയോടുകൂടി, ആ പ്രാണപ്രതിഷ്ഠയോടുകൂടി ഉണ്ടാകും. അയോധ്യയിൽ പ്രാൺ പ്രതിഷ്ഠ. ന്യൂസ് 18 കേരളം പ്രത്യേക ടോക്ക് ഷോ ഇന്ന് വൈകിട്ട് 6-ന്. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 5735 രൂപ, പവന് 45,880 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 4775 രൂപ, പവന് 38,200 രൂപ. വെള്ളി ഗ്രാമിന് 77 രൂപ, കിലോ 77,000 രൂപ. കവിത ഗോൾഡ്